ഞങ്ങൾക്കൊരു ശങ്കയുമില്ലാതെ നിക്ഷേപം നടത്താം. ഒരു കമ്മ്യൂണൽ പ്രശ്നം ഇവിടെയില്ല. ശാന്തിയും സമാധാനവും നിലനിർത്തും. ഇതാണ് നമ്മുടെ നാട്. അപ്പം എനിക്ക് സാറിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വരും തലമുറ നേരിടുന്ന ഏത് തരത്തിലുള്ള വികസന പ്രശ്നത്തിലാണ് അങ്ങ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? നല്ല ചോദ്യമാണ്. ഇതിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും കൂടുതൽ വികസിക്കുക എന്നത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അത് പൊതുവെ ജനങ്ങളുടെ ജീവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം +1 +2 ആണല്ലോ നിങ്ങൾ പലരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നല്ല കോഴ്സുകൾ, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ നല്ല അംഗീകാരം നേടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി A++ നേടിയ യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കോളേജുകൾ ആദ്യത്തെ 100-ൽ വലിയ തോതിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളുമൊക്കെ നല്ല രീതിയിൽ രാജ്യത്തെ എണ്ണപ്പെടുന്ന തരത്തിലേക്ക് മാറാൻ നമുക്ക് ഇടവന്നിട്ടുണ്ട്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരിക, ആവശ്യമായ പിന്തുണ അതിനുവേണ്ടി നൽകുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ മാറ്റിമറിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലാണ്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് നല്ല പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നു. ആ പഠനം ഇവിടെ ഒരുക്കിയാൽ ഇന്ന് ലോകത്തെ ആകെ ഉള്ളംകൈയിൽ കാണുന്ന കുട്ടികളാണ് നിങ്ങൾ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നല്ല കോഴ്സുകളുണ്ട്, നല്ല സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി പലരും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന പലരും പലപ്പോഴും ശരിയായ രീതിയിലുള്ളിടത്ത് എത്തിച്ചേരുന്നില്ല. അവർ ചെന്ന് ചേരുന്ന സ്ഥാപനങ്ങൾ അത്രമാത്രം അംഗീകൃത സ്ഥാപനങ്ങളാകുന്നില്ല, യോഗ്യതയുള്ള സ്ഥാപനങ്ങളാകുന്നില്ല. അതിൻ്റേതായ വിഷമം പിന്നീട് ചെന്ന് ചേർന്നതിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലും വ്യക്തത വരുത്താനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിദേശ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പാണ് നോർക്ക വകുപ്പ്. ഇതിനിടയിൽ നമ്മുടെ ലോക കേരള സഭ എന്നൊരു സംവിധാനം ചേർന്നിരുന്നു. അവിടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മറ്റും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു ആപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കടന്നാൽ എന്താണ് ആ സ്ഥാപനത്തിൻ്റെ നിലവാരമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരും ചതിയിൽപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ പോകാനല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ അതിന് പകരമായിട്ടുള്ള നല്ല യോഗ്യതയുള്ള സ്ഥാപനങ്ങളും നല്ല രീതിയിലുള്ള കോഴ്സുകളും ഒരുക്കുക, ആധുനികമായ കോഴ്സുകൾ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നല്ല മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ജോലി എന്നത് ഇന്നത്തെ തലമുറയെ നമ്മൾ ഒരു ജോലി തേടുന്നവരാക്കി തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇവിടെ ജോലി നൽകുന്നവരായിട്ട് മാറുകയാണ്. നിങ്ങൾ തന്നെ കുറച്ച് പേര് ചേർന്നുകൊണ്ട്
വിവിധ തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് രൂപം കൊടുക്കണം. അപ്പോൾ തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായി മാറും. ഈ തരത്തിലേക്ക് നമ്മുടെ തലമുറ മാറുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ വ്യാവസായിക രംഗത്ത് വരുന്നു. വലിയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ആ സ്ഥാപനങ്ങൾ വന്നിട്ട് ഇവിടെ ആധുനിക വ്യവസായങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ പലർക്കും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ആ സ്ഥാപനങ്ങളിൽ തൊഴിൽ കിട്ടുന്നു. ആ സ്ഥാപനങ്ങളിലെ തൊഴിലിന് യോഗ്യത കിട്ടുമാറുള്ള കോഴ്സുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ ഒരുക്കുകയാണ്. വ്യവസായങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ, വ്യവസായ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോഴ്സുകൾ ഒരുക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ വലിയ മാറ്റമാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റം പുതിയ കാലത്ത് ഇവിടെ തന്നെ നല്ല രീതിയിൽ തൊഴിൽ ലഭിക്കുന്നതിനിടയാകും. ഇതിനെല്ലാം പറ്റിയ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടെന്ന് നമ്മൾ കാണുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്താം. നമ്മുടെ വ്യവസായ മന്ത്രി ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രധാനികളെയും കൂട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ വന്നവർ ആ സ്ഥാപനത്തെ പറ്റി വിശദീകരിക്കുകയാണ്. ആ സ്ഥാപനം എത്രയാണ് മുടക്കുമെന്നറിയും? 3 ലക്ഷം കോടിയിൽ പരം രൂപയാണ്. 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ഒരു സ്ഥാപനം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് അത് ഭയങ്കര ആശ്ചര്യമുള്ള കാര്യമാണ്. ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കേരളത്തിലേക്ക് വരാൻ കാരണം, ഇങ്ങനെ വരണം തോന്നാൻ എന്താണ് കാരണം? അപ്പോൾ അവർ പറയാണ്, ഇവിടെ നല്ല നിലയിലുള്ള സമാധാനം നിലനിൽക്കുക, ഞങ്ങൾക്കൊരു ശങ്കയുമില്ലാതെ നിക്ഷേപം നടത്താം, ഒരു കമ്മ്യൂണൽ പ്രശ്നം ഇവിടെയില്ല, ശാന്തിയും സമാധാനവും നിലനിൽക്കും. ഇതാണ് നമ്മുടെ നാട്. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നൊരു നാട്. ഇവിടെ കുട്ടികൾ കഴിഞ്ഞ തവണ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപേക്ഷിച്ചത് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇനി ആ എണ്ണം വലിയ തോതിൽ കൂടാനാണ് പോകുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ മനോഹാരിത, പ്രകൃതി ഭംഗി, ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം, ഇവിടെ ജീവിച്ചാൽ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരവസ്ഥ ആളുകളിലുണ്ടാകും. അവിടെയെല്ലാം നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമായി നമുക്ക് കരുതാം. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. എനിക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട്